ഏതാണ് ഇവക്ക് ഒന്നും അറിയാൻ പാടില്ല. ഇവൾ ഇന്നലെ ഒരു കടയിൽ പോയിട്ട് ചോദിക്കണേ, ചേട്ടാ കാശ് എടുക്കോ? ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളപ്പോൾ രാവിലെ ഒരു 8:30 അപ്പം റെഡി ആയിട്ട് ഇച്ചുവിനെയും യാച്ചുവിനെയും കൊച്ചിനെയൊക്കെ വാരിപ്പറക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം. ഇതാണ് നമ്മുടെ റിസപ്ഷൻ വരുന്നത്. ഇവിടെ നിന്ന് ആക്ച്വലി അതായത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 2 minutes വാക്കബിൾ ഡിസ്റ്റൻസിൽ സൽക്കാര റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്തോ പാരഗൺ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. കുറച്ച് 2 minutes ഡിസ്റ്റൻസിൽ വാക്കബിൾ ഡിസ്റ്റൻസിൽ. ഈ കാണുന്ന സൽക്കാര റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം ഈ കുരിപ്പിനെയും വെച്ച് കഴിച്ച് എണീറ്റ് തന്നെ വലിയൊരു ഭാഗ്യം. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോസും കാര്യങ്ങളും, കാരണം അവിടെ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളത് കഴിഞ്ഞ് നേരെ പോയി ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വ്ളോഗിന് വേണ്ടിയിട്ട് തകൃതമായി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ രംഗമാണ് ഈ കാണുന്നത്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓഡിയോ ഓണാക്കാൻ മറന്നു. ഇങ്ങനെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂർഗ് വെച്ച് പിടിക്കുക എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ എത്തിപ്പെട്ട് അങ്ങനെ കൂർഗിലേക്ക് കൂടും കിടക്കെടുത്ത് പോവുകയാണ് ഈ കാണുന്നത്. പക്ഷേ ഓണാണ് എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അവിടെ അവിടെ കമ്മ്യൂണിക്കേഷൻ, ഇവിടെ എല്ലാം എല്ലാം കമ്മ്യൂണിക്കേഷൻ വേണം, എന്നാലേ നടക്കും. അവിടെ ലൈറ്റ്സ് മാത്രം മതി. ഹലോ ഗൈസ് അങ്ങനെ പറയണ്ടെന്നല്ലേ പറഞ്ഞ നീ. അപ്പൊ ഹലോ ഇല്ലാത്ത ഗൈസ് പിന്നെ ഇല്ല കട്ടിയണ്ട ഞാൻ ഇല്ല ഡിലീറ്റ് പറട്ടെ. അതായത് ഗൈസ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഒടുവിലൊരു തീരുമാനത്തിലെത്തി നമുക്ക് കൂർഗ് വിടാമെന്ന്. കാരണം നമുക്ക് പല പദ്ധതികളുണ്ടായിരുന്നു. കോയമ്പത്തൂർ വഴി നിന്ന് വൈകുന്നേരം ഊട്ടി പിടിച്ചാലോ എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. പിന്നെ വേറെ സ്ഥലത്തിൻ്റെ പേര് എന്താ, ശിഷാങ്കോട്ട, ശക്ലേഷ്പൂർ നമ്മുടെ ഒരു ചങ്ങായി പറഞ്ഞു തന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതൊരു മസ്റ്റ് വിസിറ്റ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ നെറ്റിൽ നോക്കിയപ്പോഴും അതൊരു വെറൈറ്റി സ്പോട്ടാണ്. അവിടെ പോകണുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതും പ്ലാൻ മാറ്റി. നമ്മൾ നേരെ വയനാട് മാനന്തവാടി വഴി നമ്മൾ കൂർഗ് പിടിക്കുകയാണെന്ന്. ഇന്ന് വൈകുന്നേരം നമ്മൾ കൂർഗ് സ്റ്റേ അടിക്കാനാണ് പ്ലാൻ. എസ്എമ്മിൻ്റെ ചാനലാണ്, പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് പറയും. കാരണം നമ്മളൊരു സപ്പോർട്ട്, ഒരു സഹായം. എസ്എമ്മിൻ്റെ ഈ ഉറക്കം തൂങ്ങിയ പോലെ നമ്മളിപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പോണത് ഇതാന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ എടുക്കണേന്ന് ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ ഒരിക്കലും വ്ളോഗ് എടുക്കാത്ത ആളാണ്. പക്ഷെ ഞാൻ കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം 9 മണിയായി. സോറി ഗൈസ്, 9 മണി. അത് നാട്ടിൽ അവിടെ ദുബായിലെ സമയമായി. ഇപ്പോൾ 10:30 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം 5 മണിക്കൂർ 8 മിനിറ്റ് റൈഡ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. 179 കിലോമീറ്റർ ഇവിടുന്ന് നമുക്ക് പോകാണ്ട്. അപ്പോൾ കിച്ചു വർക്ക് ഫ്രം ഹോം ആണ്. അവൻ ബാക്കിൽ ഇരുന്നിട്ട് വർക്ക് ഇൻ കാർ ചെയ്യുന്നുണ്ട്. ബാക്കിൽ കണ്ട വർക്ക് ഫ്രം കാറ് മിക്കൻ ഉറക്കമാണ്. നല്ല രാവിലെ 6:30 എണീപ്പിച്ചേക്കണം. ഞങ്ങൾ 6:45 എന്നെ എണീപ്പിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ തന്നെ എണീപ്പിച്ചെന്നല്ല, അവൻ എന്നെയും കൂടി എണീപ്പിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സൽക്കാരെ പോയി നല്ല എന്താ കഴിച്ചു, മസാല ദോശ. ഇവൻ നെയ് റോസ്റ്റ് കഴിച്ചു. പിന്നെ എന്താ കഴിച്ചത്, പിന്നെ പഴംപൊരി കഴിച്ചു. അങ്ങനെ കുറച്ച് കഴിച്ചു. പിന്നെ എൻ്റെ ഇതിൻ്റെ ബട്ടൺ അവിടെ പോയി കളഞ്ഞ്. നമ്മൾ പിന്നെ അവിടെ നമ്പറൊക്കെ എഴുതി കൊടുത്തിട്ട് വന്നു. വൈകുന്നേരം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് അത് കൊറിയർ അയക്കും. അത് പൈസ കൊടുത്തവർ ഇപ്പോൾ ഏതാണ് ഇവക്ക് ഒന്നും അറിയാൻ പാടില്ല. ഇവൾ ഇന്നലെ ഒരു കടയിൽ പോയിട്ട് ചോദിക്കണേ, ചേട്ടാ കാശ് എടുക്കുമോ ചോദിച്ചാൽ ആ ടീമാ ഒരു കിണ അറിയാൻ പാടില്ല. ആ ചേച്ചി ചോദിക്കണ്, ക്യാഷ് എടുക്കുമ്പോളെ ക്യാഷല്ലേ വേണ്ടത്. ചേച്ചി ക്യാഷ് എടുക്കും നിങ്ങൾ? ക്യാഷ് അല്ല, പിന്നെ ബാർട്ടർ സിസ്റ്റോ, പകരം കൊടുക്കാനായിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ട് വേറെ സാധനം കൊടുക്കാനായിട്ട് ബാർട്ടർ സിസ്റ്റം അല്ലല്ലോ ഇപ്പോൾ ഓർഡർ. ഏതാണ് ഇവള്? അപ്പൊ ഗൈസ് എല്ലാം പറഞ്ഞ പോലെ ഞങ്ങള് മാനന്തവാടി എത്തിയിട്ട് ഇനി അടുത്ത ഇതായിട്ട് വരാം. അങ്ങനെ നമ്മളിപ്പോ കുറ്റ്യാടിയിലാണുള്ളത്, വയനാട്. അവിടെ നിന്ന് നേരെ മാനന്തവാടി വഴിയാണ് നമ്മുടെ ട്രിപ്പ്. അതാകുമ്പോൾ കുറച്ച് ചുരമൊക്കെ കയറിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിതുവരെ അതൊന്നും കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ റൈറ്റ് നൗ ടാറ്റ മോട്ടോഴ്സിൻ്റെ സർവീസ് സെൻറ്ററിലാണ്. നമ്മുടെ വണ്ടീൻ്റെ ജസ്റ്റ് വൈപ്പറിൻ്റെ ബ്ലേഡൊന്ന് മാറ്റാനായിട്ടും ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് കയറിയതാണ്. വൈപ്പറിൻ്റെ ബ്ലേഡ് മാറ്റാൻ വന്നിട്ട് ബ്ലേഡ് ഇല്ല. നമ്മൾ വന്ന കാര്യം നടന്നില്ലെങ്കിലും
നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വൈപ്പർ മാറ്റാനായിരുന്നു, പക്ഷെ അത് നടന്നില്ല. വൈപ്പറിൻ്റെ ബ്ലേഡ് ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. പകരം അതിനകത്ത് എന്തോ ഒരു ചെറിയൊരു ലൈറ്റ് കണ്ടതിൻ്റെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതിനകത്ത് വെറുതെ ഷോറൂമിൽ കയറി ചുമ്മാ ഇങ്ങനെ കറങ്ങാം. കാണുമ്പോൾ പഞ്ചഭാവവും തോന്നുമെങ്കിൽ ഒടുക്കത്തെ കുരുത്തക്കാരാണ് ഈ കുരുപ്പിൻ്റെ കയ്യിൽ കാണുന്നത്. കിട്ടിയ ഗ്യാപ്പിന് ചെരുപ്പിട്ട് തന്നെ എറിയാൻ നോക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ 10-15 മിനിറ്റ് അവിടെ നിന്നപ്പോൾ വണ്ടി കൊണ്ടുപോയി ചേട്ടൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മക്കളെ ഇത് വേഗം ഡീപ്പ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടുമെന്ന്. കാരണം അതിൻ്റെ ബോണറ്റ് തുറന്നപ്പോൾ ചെറിയ രീതിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തുരുമ്പടിച്ച് തുടങ്ങിയിരുന്നു. ആൾ പറഞ്ഞത് ഏതോ ഒരു മണൽക്കാറ്റോ മറ്റേ മണൽത്തരിയോ എന്തൊക്കെ ഉള്ളിലിരുന്നിട്ടാണെന്ന്. ഈ വീട്ടിൽ കിടക്കുന്ന വണ്ടിക്കകത്ത് ഇതെങ്ങനെയാണ് കയറിയെന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാന്നുള്ളൊരു ഇതിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ടാറ്റയുടെ സർവീസ് സെൻ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിത് ഇവിടെ ഒരു ജ്യൂസും എന്തെങ്കിലും സാൻഡ്വിച്ചോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ ഒരു കടയിൽ കയറിയതാണ്, തൊട്ടടുത്ത് തന്നെ ഉള്ളത്. കാരണം ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള ടൈമൊന്നുമില്ല. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ സമയം നമ്മുടെ പോയായിരുന്നു. ഇനിയിപ്പോൾ നമ്മളില്ലെങ്കിൽ പിന്നെയും ലേറ്റ് ആവും. ഓൾറെഡി നമ്മൾ ഇറങ്ങിയപ്പോൾ ലേറ്റായി. ഇനിയിപ്പോൾ ഇവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലേറ്റ് ആവും. ഇവിടെ ഐ ലവ് തൊട്ടിൽ പാലം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഏതാ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല. ഞാനിതിപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. ടൗണിലെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ കാട് മലകളൊക്കെ കയറി ഏതോ ചുരം കയറി പോയിക്കൊണ്ടിരിക്കുക. ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുക. ഏത് ചുരമാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ലാസ്റ്റ് നമ്മൾ തപ്പിപ്പിടിച്ച് നമ്മുടെ വൈപ്പറിൻ്റെ ബ്ലേഡ് മാറ്റാനുള്ള ഒരു സ്പെയർ പാർട്സ് ഷോപ്പ് കിട്ടി. മാനന്തവാടി താഴെങ്ങാടി എന്ന് പറയുന്ന ആ റൂട്ടിൽ എവിടെ കണ്ടൊരു കടയിൽ നിന്ന്. എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോ ഗൈസ്, കുറ്റ്യാടി കഴിഞ്ഞിട്ട് ഫുൾ ഇവിടെ വിഷയങ്ങള്, മൊത്തം വിഷയങ്ങള്. വണ്ടി പോയി തട്ടുന്നതല്ല, ഫുഡ് കുറ്റ്യാടിന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാനന്തവാടി എത്താനായിട്ട് ഞങ്ങൾ കുറെ സ്പെൻഡ് ചെയ്തു. ടൈം വൈസ് കുറെ സ്പെൻഡ് ചെയ്തു. ഞങ്ങള് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറ്റ്യാടിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ട് പല പ്രാവശ്യം ഫുഡ് കഴിക്കാൻ നിർത്തി. പിന്നെ മിക്കൻ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. പിന്നെ നമ്മളെ കിച്ചപ്പൻ വണ്ടി നൈസായിട്ട് കൊണ്ടുപോയിട്ട് ചാമ്പിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. മറ്റേ വണ്ടിക്ക് ചെറിയ വിഷയങ്ങൾ വന്നു. പറഞ്ഞില്ല, അണ്ണൻ സ്വന്തമായിട്ട് ഇപ്പൊ ജോലിയൊക്കെ ഉണ്ടല്ലോ. ഏത് അപ്പൊ എടുത്തങ്ങ് വീശി. എത്ര കിട്ടാ? അവര് 3000 പറഞ്ഞു. അണ്ണൻ 1000 രൂപ കൂടുതലും കൊടുത്ത്. ഒരു പുതുപുത്തൻ ക്രെറ്റയിൽ കൊണ്ട് അണ്ണൻ നൈസായിട്ട് ചാമ്പി. ഇരിക്കട്ടെ മക്കളെ എന്ന് പറഞ്ഞു. ഇരിക്കട്ടെ മോനെ, 4000 വെക്ക് നീ എന്ന് പറഞ്ഞിട്ട് അവൻ 4000 കൊടുത്തിട്ട് അണ്ണൻ ഇപ്പൊ ബാക്കിൽ വണ്ടിയിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഹിൽ സ്റ്റേഷനൊക്കെ പഠിച്ചിട്ട് വണ്ടി എടുക്കാം. പക്ഷെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഒരു ഹിൽ സ്റ്റേഷനിലോ ഒന്നുമില്ല, സ്ട്രെയിറ്റ് റോഡാണ് അല്ലെ. ഞങ്ങള് മാനന്തവാടി എത്തിയിട്ടുണ്ട്. മിക്കം വിഷയം ഫുള്ള് യാച്ചൂടെ പൂക്കി സ്റ്റൈലിൽ ഇരിപ്പുണ്ട്. ഞാനും പൂക്കി സ്റ്റൈലിൽ ഇരിക്കുന്നു. ഗൈസ്, സൈനിങ് ഓഫ്. ഓഗ്ലി കാറിലാണോട്ടെ എനിക്കൊന്ന് ക്ലിക്ക് ചെയ്യോ ഒന്ന് ഇയാള് നല്ല സൂപ്പർ സ്ഥലമാണ്. നമ്മള് തോൽപ്പെട്ടി എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. നല്ല അടിപൊളി സ്ഥലം. ഭയങ്കര കാടും നല്ല പച്ചപ്പും വിജനമ്പിച്ച റോഡും ഒക്കെ ആയിട്ട് നല്ല രസം കാണാനായിട്ട്. പ്രത്യേകിച്ച് ക്ലൈമറ്റും കൂടെ ചെറിയൊരു മഴ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല കൂൾ ക്ലൈമറ്റും. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിർത്തിയതാണ്. ഇത് അവരവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും തണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കയറിയിട്ടുണ്ട്. പട്ടിയുടെ നിഴൽവട്ടം കണ്ടപ്പോഴേക്കും നേരെ ഓടി വണ്ടി കയറി സേഫായിരിക്കുന്ന പേടിത്തോടൊരാൾ. താത്തയ്ക്ക് പറയാനല്ലേ? എന്താ താത്ത ഇത്ര നേരം ഇവിടെ നിന്നാണല്ലോ. പട്ടിയുടെ നിഴൽവട്ടം കണ്ടപ്പോഴത്തേക്ക് ഓടി വണ്ടിക്ക് അല്ലേ ഒന്ന് പോയി തൊട്ടിട്ടാ. ആണല്ലേ? അയ്യോ പറയണോ? എന്നാ പറഞ്ഞോ. അല്ല മറ്റേ ഇത് പറയട്ടെ. ഇതുവരെയുള്ള യാത്ര അതൊക്കെ ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ എന്റെ ഒരു വേർഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കിട്ടില്ലമായിരുന്നു. അല്ല, അതാണ് ഞാനും ആലോചിക്കുന്നത്. പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്ന ക്യാമിയോയാണ്. പറയാനുള്ള എന്താ വെച്ചാ നല്ലതായിരുന്നു ട്രിപ്പ്. പിന്നെ നമ്മള് മാനന്തവാടി എത്തി. മാനന്തവാടിന്ന് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. ഇങ്ങോട്ട് വന്നപ്പോ റംബൂട്ടാന്റെ കുറെ ചെറിയ വണ്ടികൾ കണ്ടായിരുന്നു. റംബൂട്ടാൻ വിൽക്കണ ഫ്രഷ് റംബൂട്ടാൻ വാങ്ങണമെന്ന് ഓർത്ത് നിർത്താൻ പറ്റിയില്ല. നമുക്ക് സൈഡ് കിട്ടിയില്ല.
അങ്ങനെ അത് മിസ്സായി. പിന്നെ ഞങ്ങള് ഇവിടെ തോൽപ്പെട്ടി വന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. തോൽപ്പെട്ടി ഫോറസ്റ്റ് അടിപൊളിയാണ്. പിന്നെ തോൽപ്പെട്ടി ഫോറസ്റ്റ് ഇഷ്ടം പോലെ ഇങ്ങനെ യുക്കാലിപ്റ്റ് മരം പോലത്തെ, പക്ഷെ അതെല്ലാം യുക്കാലിപ്റ്റ് അല്ല, പക്ഷെ അതിന്റെ ഒരു ആകൃതി ഇങ്ങനെ താഴെ ശിഖരങ്ങളില്ല, മേളിൽ ചെന്നിട്ടാണ് ശിഖരങ്ങൾ വന്നേക്കുന്നത്. അപ്പം ആ ഒരു ഫോറസ്റ്റ് നല്ലൊരു ഇതായിരുന്നു. തേക്കും ഉണ്ട്, കുറെ മിക്സ്ചർ ഓഫ് ട്രീസ്, അതൊക്കെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ബോർഡർ എത്തി. തോൽപ്പെട്ടി ബോർഡറാണ്. തോൽപ്പെട്ടി നമ്മൾ ചായയൊക്കെ കുടിച്ചു. ബോർഡർ കഴിഞ്ഞ് അതുവരെ നല്ല ടോപ്പ് ക്ലാസ് ഇന്റർനാഷണൽ ലെവലിൽ റോഡ്. ഞാൻ ഈ റോഡ് നോക്ക്, ഈ കർണാടക കയറിയിട്ടുള്ള അവസ്ഥയാണിത്. ഇങ്ങനെ കുലുക്ക് ക്യാമറ കാണിക്കാൻ വേണ്ടിയാണ് ഇത്ര കുലിക്കുന്നത്. ശരിക്കും നല്ല രീതിയിൽ തന്നെ റോഡ് വളരെ മോശമാണ്. അതുവരെ ഇന്റർനാഷണൽ ലെവലിലുള്ള റോഡാ. പക്ഷെ ഇങ്ങോട്ടേക്ക് ഈ ബോർഡറിങ് കടന്നിട്ട് പിന്നെ റോഡ് നന്നായിട്ടില്ല. എന്താ അവസ്ഥ, വളരെ മോശം. പോലീസ് സ്റ്റേഷൻ ഇവിടെ. നമ്മളിപ്പോ എവിടെ എത്തി ഗൈസ്? ഹുസൂർ എത്തി. നമ്മുടെ ലക്ഷ്യം കൂർഗാണ്. ഇനി ഒരു എത്ര മണിക്കൂറുണ്ട്? 1 hour. ഒരു 1 hour ഡ്രൈവ് കൂടെ ഉണ്ട്. നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഇവിടെ നല്ല ഭംഗിയുണ്ട് പോണ വഴിക്കൊക്കെ കാണാനായിട്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിർത്തി മിക്കന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് നന്നായിരുന്നു. മിക്ക കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, ഉറക്കായിരുന്നു. ഇവിടെ എണീറ്റ് കുത്തി ഇരിപ്പുണ്ട് ഇവിടെ. എന്താടാ ഇത് കറക്റ്റ് അല്ല, ഒരു പാട്ട് കറക്റ്റ് അല്ല. കേരളത്തിൽ ആദ്യമായിട്ടാ എന്നുവെച്ചാല് കുറച്ചെങ്കിലും ഓർമ്മ വെച്ചിട്ട്. ജനിച്ചത് ഇവിടെയാണെങ്കിലും ഒരു 2.5 months ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് യുഎഇക്ക് പോയതായിരുന്നു. ഇപ്പോഴാണ് പുള്ളി തിരിച്ചു വരുന്നത്. ഇതൊക്കെ പുള്ളിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. കേരളത്തിൽ ഞാൻ തിരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാനും കർണാടക ആദ്യമായിട്ട് തന്നെയാണ്. നമ്മുടെ ഗൂഗിള് പറഞ്ഞ പ്രകാരം ഇത് കൊടക് വിരജപേട്ട് എന്ന് പറയുന്ന റൂട്ടാണ് കേട്ടോ. ചുറ്റും കാണുന്നത് യൂക്കാലിപ്റ്റസ് മരമാണെന്ന് തോന്നുന്നു, നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു കോടയും പിന്നെ ചെറിയൊരു മഴയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മൾ ഇത്രയും തണുപ്പൊന്നും പ്രതീക്ഷിക്കാഞ്ഞുകൊണ്ട് അങ്ങനെ ക്ലോത്ത്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് വരുന്നവരടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞങ്ങ് വെച്ച് പിടിക്കുന്നതാണ് ഈ കാണുന്നത്. ചെറിയ മഴയും കോടയും കൂടെ കാവേരി റിവറാണ് ഈ പോണത്. ഇപ്പൊ കാണാം, നമ്മള് ക്രോസ് ചെയ്യും. നമ്മള് മറ്റേ പുസ്തകത്തിലൊക്കെ വായിച്ചുള്ള കാവേരി റിവർ നല്ല ഇതാണ് കാവേരി റിവർ. അങ്ങനെ ഫ്രണ്ട്ലി ഇരുന്നാൽ അങ്ങനെ പലതും കാണാം. അലമുണ്ടാക്കാണ്ടിരുന്ന കാവേരി റിവർ അങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ മുന്നേറുകയാണ്. ഇനി എത്ര ദൂരം കൊണ്ടുണ്ട്? ഇനി 38 minutes കൂടെ ഉണ്ട്. നമ്മളിപ്പോ നമ്മുടെ ഹോട്ടലിലേക്കാ പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ കൂർഗ് മടിക്കേരിയിലെത്തി. മടിക്കേരി ഇത് ടൗണാ ഇവിടുത്തെ? ഇതാണ് ഇവിടെ പണ്ട് തൊട്ടേ ഇവിടെ ട്രാഫിക് നിയന്ത്രിച്ചിരുന്ന പോലീസിന്റെ സ്റ്റാറ്റ്യൂണ്. പിന്നെ അൽത്തുമോന്റെ തള്ളുകളും കേട്ട് നമ്മൾ വണ്ടി ചലിക്കുന്നത് ഫുഡ് അടിക്കാൻ വേണ്ടി എവിടെയെങ്കിലും നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം വരുന്ന വഴിക്ക് വളരെ ലൈറ്റായിട്ട് ബർഗറും ജ്യൂസും അങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പൊരിഞ്ഞ വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എവിടെയെങ്കിലും നല്ലയിടത്ത് കിട്ടുകയാണെങ്കിൽ നിർത്താമെന്ന് പറഞ്ഞ് തപ്പിത്തിരിഞ്ഞ് അലഞ്ഞിരിഞ്ഞ് പോകുന്നതാണ്. ഹോട്ടലിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ ബുക്ക് ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ സിൽവർ ഓക്സ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി. എല്ലാവർക്കും വയറ് നിറച്ച് ബിരിയാണിയും ചാർക്കോളും അങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയെങ്കിലും കഴുത്തറപ്പം റേറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ സ്ഥലം കാലിയാക്കി ബ്രിക്സ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ തപ്പിയിട്ട് അങ്ങോട്ടേക്ക് ഇതേ ചെക്കിൻ ആയിട്ടുണ്ട്. വീഡിയോ വന്നിടുമ്പോൾ ചാടി കട്ടിലെന്നിട്ട് ഓൾട്ട്. പിന്നെ ഇവിടെ ബാൽക്കണി വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കോഫി ടേബിളെ പോലെ. പിന്നെ ഇത് പ്ലീസ് ഡോണ്ട് മൈൻഡ്, അത് കുറച്ച് വന്നപാടെ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ തുറന്നു വെച്ചതാണ്. പിന്നെ ഇവിടെ നിന്ന് വരുന്നത് നേരെ ബാൽക്കണിയാണ്. ബാൽക്കണി തുറന്നു കഴിയുമ്പോൾ നമ്മുടെ ഇതാണ് വ്യൂ വരുന്നത്. പറഞ്ഞോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് മനസ്സിലായി കുറെ കാര്യങ്ങളുണ്ട്. ഈ കൂർഗ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഡിസ്ട്രിക്റ്റ് ആണ്. നമ്മൾ ഈ ആലപ്പുഴ കൂർഗല്ല, കൊടക് ഡിസ്ട്രിക്റ്റ് ആണ്. കൂർഗും കൊടകും ഒന്ന് തന്നെയാണ്. ഓ അത് ശരി.
അപ്പം ഈ കൂർഗ് തപ്പി പോണവരെല്ലാവരും എത്തിച്ചേർന്ന സ്ഥലമാണ് മടിക്കേരി. നമ്മൾ ശരിക്കുള്ളത് മടിക്കേരിയില്ല. അപ്പം പലരും ഞാനടക്കമുള്ളവര് കൂർഗ് മടിക്കേരി എത്തിയിട്ട് പറഞ്ഞു ഇനിയുണ്ട് കൂർഗ് 1.5 മണിക്കൂർ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ചക്ക് ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായില്ല പ്രോപ്പറായിട്ട്. നമ്മള് കുറച്ച് ജ്യൂസും മറ്റേ ബർഗർ അങ്ങനത്തെ പഴംപൊരി വാങ്ങിച്ച് കഴിച്ചു. അങ്ങനത്തെ കുറച്ച് സ്നാക്സ് ഒക്കെയാണ് കഴിച്ചത്. കുട്ടിയും അതേപോലെ തന്നെ കഴിച്ചത്. ഇന്ന് രാവിലെ മുട്ട, പിന്നെ ഉച്ചക്ക് പഴംപൊരി, അങ്ങനെ കാര്യങ്ങളൊന്നും കഴിച്ചു. ജ്യൂസും കാര്യങ്ങളും ബർഗർ കഴിച്ചിടക്ക്. കാരണം നമ്മൾ ഓൾറെഡി ഡിലേ ആയതുകൊണ്ട് പിന്നെ അത് കഴിക്കാൻ വേണ്ടിട്ട് നിന്നില്ല. പിന്നെ നമ്മൾ വേറെയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇപ്പൊ നമ്മൾ പുറത്ത് ഇന്ത്യക്ക് വെളിയിലുള്ള സ്ഥലത്തൊക്കെ ഈ റോഡ് ട്രിപ്പ് അടിക്കുന്ന പോലെ അല്ല. നമ്മൾ ഇന്ത്യയിൽ റോഡ് ട്രിപ്പ് അടിക്കുന്ന ഒരു കാര്യത്തിലാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. കാരണം നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പൊ മാപ്പിൽ 2 hours കാണിച്ചാലും ചിലപ്പോൾ 2 hours നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുന്ന വരില്ല. ഇങ്ങനെ വന്നാലും ഒരു 3 hours ഒക്കെ ചിലപ്പോൾ എത്തും, 3.5 വരും. 2 hours 3 hours ഒക്കെ എന്തായാലും എക്സ്ട്രാ വരും. അപ്പം അല്ല എക്സ്ട്രാ അല്ല 3 hours ഒക്കെ വരും എന്തായാലും. അപ്പം നമ്മൾ അതനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ചാൽ ഒരു ദിവസം മാക്സിമം ഒരു 6 hours കാർ ജേണി ഡ്രൈവ് പാടുള്ളതാണ്. എസ്പെഷ്യലി 6 o'clock ശേഷം അപ്പൊ ഞങ്ങള് അതനുസരിച്ചാണ് ഫോർവേഡ് ചെയ്തത്. നാളത്തെ ഞങ്ങളുടെ പ്ലാൻസും അതനുസരിച്ചായിരിക്കും. വീഡിയോ അലമ്പാക്കാൻ വന്ന ഒരു വിത്താണ്. അപ്പൊ അത് പറഞ്ഞു വെച്ചാൽ ഇവളിപ്പോ മടിക്കേരിയിലുള്ള ഇവിടെ റെഡ് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സൂപ്പർ ഹോട്ടൽ. കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് സ്റ്റേസ്, ഹോം സ്റ്റേസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഈ വന്നു കയറിയ സമയം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സമയത്താണ്. അപ്പം നമ്മൾ ഈ booking.com എല്ലാത്തിലും ഓരോന്നിലൊക്കെ പരത്തി ഇപ്പം നമ്മൾ മിനിമം ഒരു 3 star എങ്കിലും വേണം എടുക്കണം എന്നുള്ളൊരു ഇതിലാണ്. കാരണം വെച്ചാൽ 2 starൽ ഇപ്പോൾ കുട്ടിയൊക്കെ ആയിട്ട് ആകെ ഒരു ഇതായിരിക്കുള്ളൂ. അപ്പം കുറച്ച് എന്തെങ്കിലും ഒരു 1000 rupees എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നാലും നല്ല അക്കോമഡേഷൻ എടുത്തു കഴിഞ്ഞാൽ അത്ര നല്ലതല്ലേ. ഇപ്പം ഇതിപ്പം റെഡ് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കപ്പിൾസ് നടത്തുന്നതാണ്. അപ്പം താഴെ തന്നെ ഒരു വെജ് റെസ്റ്റോറൻറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുണ്ട് എന്തായാലും. അപ്പൊ ഇവിടെ ഞങ്ങള് 2 റൂമൊക്കെ എടുത്തു. സ്പേഷ്യസ് ആണ്. പിന്നെ പുറത്ത് നല്ല കോടയും മഞ്ഞും കാറ്റും ചെറിയ പൊടിമഴയൊക്കെ ഉണ്ട്. സംഭവം ഫുള്ളി കൊള്ളാം, നല്ല വൈബാണ് സ്ഥലം. ഞങ്ങൾക്കിപ്പം ഈ ഹോട്ടലുകാർ തന്നെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് തന്നിട്ടുണ്ട് നാളെ പോകാനുള്ള എവിടെയൊക്കെയാണ്. അപ്പം ഞങ്ങൾ നാളെ രാവിലെ എണീക്കണം എപ്പോഴാണോ അതനുസരിച്ച് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. അതെന്താണെന്നുള്ളത് നാളെ പറയാം എന്തായാലും. ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ. റോഡ് ട്രിപ്പ് നൈസായിരുന്നു. ഫോറസ്റ്റ് ഒക്കെ കടന്നു വന്നു. നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ റൂമിന് നല്ല റെന്റ് കൂടുതൽ. അപ്പം അത് കാരണം ഞങ്ങള് സ്റ്റേ എടുത്തില്ല. പക്ഷേ അവിടുത്തെ ഫുഡ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ അത് നമ്മൾ നോക്കിയില്ല. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ ഇവര് പാസ്ത കഴിച്ചു 2 പേര്. പിന്നെ ആച്ചു ഗ്രിൽഡ് ചിക്കനും കഴിച്ചു. മിക്കനെ എൻ്റെ ബിരിയാണി എന്നാണ് കൊടുത്തത്. അവനും ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അവിടെ ബാളഞ്ഞിപ്പോ വാങ്ങാനുള്ള ബാളായിരിക്കുള്ളൂ. മിഠായി കഴിക്കാനുള്ള. കാരണം താഴെ ഇവിടെ വന്നപ്പോഴത്തേക്കും അവര് ചെറിയ ജീരക മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തീർന്നിട്ടില്ല. അതെടുത്ത് കൊടുക്കാൻ വേണ്ടി വെള്ളം വെക്കും. അപ്പൊ അതൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ Day 2 ഞങ്ങളുടെ ഇവിടെ ഫിനിഷ് ആക്കുവാണ്. അപ്പം ഞങ്ങളിനി നാളെ Day 3 ആയിട്ട് എത്തുന്നതായിരിക്കും. ബൈ.